Good evening, dear friends. Once again, welcome back to my channel. +1 ബിസിനസ് സ്റ്റഡീസ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കായി തീവ്രമായി പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒപ്പം തന്നെയും +1ലേക്ക് പുതിയതായി പ്രവേശനം ലഭിച്ചിരിക്കുന്ന കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചൊരുങ്ങുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നതാണ് ഈ വീഡിയോ. ഏവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒപ്പം തന്നെയും ഈ വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള എല്ലാ വീഡിയോകളും അവയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ മാർക്കോടുകൂടി +1 ബിസിനസ് സ്റ്റഡീസ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ പാസ്സാകുന്നതിന് നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 2 ആയ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. പാഠത്തിന്റെ സമ്മറിയും ഒപ്പം ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് പ്രീവിയസ് 10 years ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ ബിസിനസ് ഓർഗനൈസേഷനും അവയുടെ രൂപീകരണവും അവയുടെ പ്രത്യേകതകളും അവയുടെ പോരായ്മകളും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നാം പഠിക്കുന്നത്. The most suitable forms of business is determined by comparing the pros and cons of each types of organization against one's own requirement. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ബിസിനസിന്റെ രൂപീകരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നാം പഠിക്കുന്നത്. വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ പല രൂപങ്ങളെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഒന്നാമതായി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുന്ന സ്ഥാപനം ഏകാംഗ ബിസിനസ് സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കാം. രണ്ടാമതായി ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഇന്ത്യയുടെ ചരിത്രത്തില് ഹിന്ദു ഫാമിലിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകുടുംബ ബിസിനസ് വ്യവസ്ഥിതിയാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമതായി പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത സ്ഥാപനങ്ങൾ. നാലാമതായി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സ്ഥാപനങ്ങൾ. 5 ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇവയുടെ വ്യത്യസ്തമായ രൂപങ്ങളെ കുറിച്ചാണ് നാം ഈ ചാപ്റ്ററിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിലെ പാഠഭാഗങ്ങൾ വളരെ ലളിതമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ബിസിനസ് സ്റ്റഡീസ് മനഃപ്പാഠമാക്കുന്നതിനും അതുമൂലം പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങിക്കുന്നതിനും ഇത് സഹായകമാകും എന്നുള്ളത് തീർച്ചയാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഒന്നാമത്തെ ഫോമായ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ ബിസിനസ് സ്ഥാപനം. അവയുടെ അർത്ഥം, പ്രത്യേകതകള്, ഗുണങ്ങള്, ദോഷങ്ങള് ഇവയെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? എ ബിസിനസ് ഓൺഡ്, മാനേജ്ഡ് and controlled by a single individual is known as a sole proprietorship or sole trade.
ഒരു വ്യക്തി ഒറ്റയ്ക്ക് ബിസിനസിന്റെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും പ്രവർത്തനങ്ങളുമെല്ലാം ഒറ്റയ്ക്കാണ് നടത്തുന്നതെങ്കിൽ അദ്ദേഹമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നടത്തുക. അത്തരം സ്ഥാപനങ്ങളാണ് സോൾ ട്രേഡ് അഥവാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സ്ഥാപനത്തിനെ നിയന്ത്രിക്കുകയും ഉടമസ്ഥനായിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് സോൾ പ്രൊപ്രൈറ്റർ അഥവാ സോൾ ട്രേഡർ എന്നാണ് വിളിക്കുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും മാനേജ് ചെയ്യുകയും ഉടമസ്ഥാവകാശം കൈയാളുകയും ചെയ്താൽ അത്തരം ബിസിനസ്സുകളാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നറിയപ്പെടുന്നത്. ഇവയെ മുഴുവനായും നിയന്ത്രിക്കുന്ന വ്യക്തിയെ സോൾ ട്രേഡർ എന്ന് വിളിക്കും അഥവാ സോൾ പ്രൊപ്രൈറ്റർ, ഏകാംഗ വ്യാപാരി എന്ന പേരിൽ അറിയപ്പെടും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോം ഫോർ സ്മാൾ ബിസിനസ്. ചെറിയ ബിസിനസ്സുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ബിസിനസ് ഫോമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും പൊതുവായിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഏറ്റവും കൂടുതലും പൊതുവായും കാണപ്പെടുന്ന ബിസിനസ് സ്ഥാപനമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർ ഈസ് ദ റെസിപ്പിയന്റ് ഓഫ് ഓൾ പ്രോഫിറ്റ്സ് ആൻഡ് ബെയറർ ഓൾ റിസ്ക്. എല്ലാ റിസ്കുകളുടെയും എല്ലാ ലാഭങ്ങളുടെയും ഒരു സ്വീകർത്താവായിരിക്കും സോൾ പ്രൊപ്രൈറ്റർ. ഏകാംഗ വ്യാപാരി അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും സ്വീകർത്താവാണ് എന്നാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം. അടുത്തതായിട്ട് പ്രത്യേകതകളാണ് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഒന്ന്, ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. രൂപീകരണവും അവസാനിപ്പിക്കലും. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ തുടക്കവും അതിന്റെ പ്രവർത്തനങ്ങളുടെ അവസാനവും എങ്ങനെ? There is no legal formalities required to start and close sole proprietorship business. ഒരു ഏകാംഗ ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിലോ അവസാനിപ്പിക്കണമെങ്കിലോ യാതൊരുതര നിയമ വ്യവസ്ഥിതികളും അതിന് തടസ്സമാവുകയില്ല. അതാണ് പറയുന്നത് നോ ലീഗൽ ഫോർമാലിറ്റീസ്. ഒരു നിയമത്തിന്റെ തടസ്സങ്ങളൊന്നും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനോ അവസാനിക്കുന്നതിനോ ഉണ്ടാകുകയില്ല, തടസ്സങ്ങൾ ഉണ്ടാവില്ല. രണ്ടാമതായി പറയുന്നത് ലയബിലിറ്റി, ബാധ്യതകൾ. സോൾ പ്രൊപ്രൈറ്റർ ഹാവ് അൺലിമിറ്റഡ് ലയബിലിറ്റി. സോൾ പ്രൊപ്രൈറ്ററിന് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി നിയന്ത്രിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ബാധ്യതകൾ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്വത്തിനേക്കാൾ ഉപരി പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കും എത്തി നിൽക്കുന്നു എന്നതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായി റിസ്ക് ബെയറിംഗ്, നഷ്ടം ഏറ്റെടുക്കാനുള്ള ആ ഒരു താല്പര്യം. റിസ്ക് എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അത് ഏറ്റെടുക്കുവാനുള്ള മനോഭാവം. ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് ലാഭനഷ്ടങ്ങൾ ഏറ്റെടുക്കുവാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുകയുള്ളൂ. ദ പ്രൊപ്രൈറ്റർ ഈസ് സോൾ ബെനഫിറ്ററി ഓഫ് ഓൾ റിവാർഡ്സ് ഓഫ് ദി ബിസിനസ്. ഉടമസ്ഥനാണ്, സോൾ പ്രൊപ്രൈറ്റർ ആണ് ഒരു ബിസിനസിന്റെ എല്ലാ നേട്ടങ്ങളുടെയും സ്വീകർത്താവായി തീരുന്നത്. 4, കൺട്രോൾ, നിയന്ത്രണം. ദ റൈറ്റ് ടു റൺ ദ ബിസിനസ് ആൻഡ് മേക്ക് ഓൾ ഡിസിഷൻസ് ലൈക്ക്
വിത്ത് ദ സോൾ പ്രൊപ്രൈറ്റർ. ഒരു ബിസിനസിന്റെ പൂർണ്ണ നിയന്ത്രണം ബിസിനസിന്റെ ഉടമസ്ഥനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ബിസിനസിന്റെ പൂർണ്ണ നിയന്ത്രണവും ഉടമസ്ഥൻ തന്നെ നേരിട്ട് നടത്തുകയാണ്. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. വ്യത്യസ്തമായിട്ട് ബിസിനസ്സും ബിസിനസ് മാനും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ളതാ ഇല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബിസിനസ് ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. ബിസിനസ് മാനും ബിസിനസ്സിനും വ്യത്യസ്തമായ ലീഗൽ എൻറ്റിറ്റി ഇല്ല എന്നാണ്. ബിസിനസ്മാനും ബിസിനസ്സും വേറിട്ട് നിന്നാൽ അവർക്ക് ബിസിനസ്സിന് നിയമ സാധുത ഉണ്ടാകില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ലീഗൽ എൻറ്റിറ്റി, നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നത് ആണ് ഇവിടെ പറയുന്നത്. അടുത്തതായി അഡ്വാൻറ്റേജ്, മെറിറ്റ് ഓർ ബെനഫിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. നേട്ടങ്ങള്, ഗുണങ്ങള് ഒക്കെയാണ് സോൾ പ്രൊപ്രൈറ്ററുടെ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. വേഗം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സഹായിക്കുന്നു. സോൾ പ്രൊപ്രൈറ്റർ ഒറ്റയ്ക്കാണ് ബിസിനസ് നടത്തുന്നതിനാൽ ബിസിനസിനെ സംബന്ധിക്കുന്ന എന്തു തീരുമാനങ്ങൾ എടുക്കുവാനും അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. ആരോടും ആലോചിക്കാനോ പൊതുവായ തീരുമാനങ്ങൾ എടുക്കുവാനോ ഒന്നും താമസിക്കേണ്ട കാര്യമില്ല. ബിസിനസിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എളുപ്പത്തിൽ സാധ്യം ആകുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഗുണമാണ്. രണ്ടാമതായി ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. രൂപീകരിക്കുന്നതിനും അവസാനിപ്പിക്കുന്നതിനും യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. There is no legal requirements to start and close a sole proprietorship business. ഒരു ഏകാംഗ ബിസിനസ് വ്യാപാരം അഥവാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങുന്നതിനോ അവസാനിപ്പിക്കുന്നതിനോ യാതൊരു തര നിയമ തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത. മൂന്നാമതായി മസ്റ്റ് വിത്ത് റിവാർഡ് ആൻഡ് എഫർട്ട്. എടുക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് തത്തുല്യമായ നേട്ടം കിട്ടും എന്നുള്ളതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഉണ്ടാകാവുന്ന മറ്റൊരു നേട്ടം. ഒരു ബിസിനസ്മാൻ എത്രത്തോളം റിസ്ക് ഏറ്റെടുക്കുന്നോ അത്രത്തോളം റിവാർഡ് അദ്ദേഹത്തിന് ലഭിക്കും, നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദ പ്രൊപ്രൈറ്റർ ഈസ് എ സോൾ ബെനഫിഷ്യറി ഓഫ് ഓൾ റിവാർഡ്സ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ എല്ലാവിധ നേട്ടങ്ങൾക്കും അതിന്റെ സ്വീകർത്താവായിരിക്കുന്നത് ബിസിനസിന്റെ ഉടമസ്ഥനാണ്. അടുത്തതായി ഈസി ടു മെയിൻറ്റെയിൻ സീക്രസി. നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ബിസിനസിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനായിട്ട് ഏകാംഗ വ്യാപാരിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അദ്ദേഹം മാത്രമാണ് ബിസിനസിന്റെ എല്ലാ രഹസ്യ സ്വഭാവങ്ങളുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനാൽ ബിസിനസ് സീക്രസി ഒന്നും പുറമേക്ക് പോവുകയില്ല എന്നുള്ളത് ബിസിനസിന്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ്, പ്രത്യേകതയാണ്, ഒരു ഗുണമാണ് എന്ന് വേണേ പറയാം. അഞ്ചാമതായിട്ട് പറയുന്നത് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ദർ ഈസ് എ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇൻവോൾവ് ഇൻ വർക്കിംഗ് ഫോർ വൺ സെൽഫ്. അദ്ദേഹം ഒറ്റയ്ക്ക് ബിസിനസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാനസിക സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളത് ബിസിനസ്മാന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണങ്ങളിൽ ഒന്നാണ്. അങ്ങനെ അഡ്വാൻറ്റേജ്, മെറിറ്റ് ഓർ ബെനഫിറ്റ് എന്നത് 5 പോയിന്റുകളായിട്ട് നാം അവതരിപ്പിച്ചിരിക്കുകയാണ്.
quick decision making, ease of formation and closure, matched with reward and effort, and fourth one, easy to maintain secrecy. അഞ്ചാമത്തത് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഡിസഡ്വാൻറ്റേജ് ഓർ ഡീമെറിറ്റ്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ പോരായ്മകൾ അഥവാ പരിമിതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി ലിമിറ്റഡ് ക്യാപിറ്റൽ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും എടുത്തു പറയേണ്ടതുമായ ഒരു കാര്യമാണ് ക്യാപിറ്റലിന്റെ അഭാവം. അതായത് ഏകാംഗ വ്യാപാരി അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുന്ന ക്യാപിറ്റലോ അദ്ദേഹത്തിന് ലോണായി മറ്റുള്ളിടത്തു നിന്ന് ലഭിക്കുന്ന തുകയോ ഒക്കെ മാത്രമേ ബിസിനസ്സിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ പോരായ്മയാണ്. അതേസമയം ഒന്നിലധികം ബിസിനസ്സിലെ ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും അവരുടെ ഭാഗം കൊണ്ടെത്തിക്കുമ്പോൾ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു. ഇത് ഏകാംഗ വ്യാപാരി ആയതിനാൽ അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ക്യാപിറ്റലിൻ്റെ വികസനം ഉണ്ടാവുകയുള്ളൂ എന്നത് ഒരു വലിയ പോരായ്മയാണ്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഉടമസ്ഥന്റെ മരണമോ പാപ്പരത്വമോ രോഗമോ ഒക്കെ ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളത് അതിഗൗരവമായ ഒരു കാര്യമാണ്. ബിസിനസിന്റെ ഉടമസ്ഥന്റെ മരണമോ പാപ്പരായിട്ട് പ്രഖ്യാപിക്കുകയോ രോഗാവസ്ഥയിലോ എത്തിയാൽ ബിസിനസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണമെന്നില്ല. ക്രമേണ ബിസിനസ് അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. മൂന്നാമതായി ലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി. മാനേജറിയൽ എബിലിറ്റി ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം ബിസിനസിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ മാനേജറിയൽ കപ്പാസിറ്റി മാത്രമേ ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ മറ്റൊരു പോരായ്മ. പ്രൊപ്രൈറ്റർ മേ നോട്ട് ബി എക്സ്പെർട്ട് ഇൻ എവറി ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എല്ലാ മേഖലകളിലും ഈ സോൾ പ്രൊപ്രൈറ്റർ എക്സ്പെർട്ട് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് മാനേജറിയൽ എബിലിറ്റി കുറവായിട്ട് മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അൺലിമിറ്റഡ് ലയബിലിറ്റി. സോൾ പ്രൊപ്രൈറ്ററുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അതായത് ഏതെങ്കിലും കാരണവശാൽ ബിസിനസിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ബിസിനസിന്റെ ബാധ്യതകൾ ബിസിനസിന്റെ സ്വത്തെടുത്തും വീട്ടിൽ തീർന്നില്ലെങ്കിൽ ബിസിനസ് മാന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നുകൂടെ അതെടുത്ത് വിതരണം ചെയ്യപ്പെടേണ്ടി വരും എന്നുള്ളതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ചാമതായി അൺസൗണ്ട് ബിസിനസ് ഡിസിഷൻ. പ്രൊപ്രൈറ്റർ ടേക്ക് ഓൾ ഡിസിഷൻ without the consent of others because chance of taking unsound or wrong decision. പ്രൊപ്രൈറ്റർ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ബിസിനസിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില അവസരങ്ങളിൽ അത് അബദ്ധത്തിലോ നഷ്ടത്തിലോ ചെന്നെത്താറുണ്ട് എന്നുള്ള കാര്യം ഒരു ഇതിന്റെ ഒരു പോരായ്മയാണ്. അതാണ് അൺസൗണ്ട് ബിസിനസ് ഡിസിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഈ മൂന്ന് ഭാഗം സോൾ പ്രൊപ്രൈറ്ററെ സംബന്ധിക്കുന്ന മൂന്ന് ഭാഗവും വളരെ സിമ്പിളായി നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇത് മനഃപ്പാഠമാക്കുന്നതിനും എളുപ്പത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനും ഇവയെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് 5 പോയിന്റുകളാണുള്ളത്. ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ലയബിലിറ്റി, റിസ്ക് ബെയറിംഗ്, കൺട്രോൾ ആൻഡ് നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. അഡ്വാൻറ്റേജ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് 5 പോയിന്റുകളാണ്. 1 ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, 2 ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, 3 മാച്ച് വിത്ത് റിവാർഡ് ആൻഡ് എഫർട്ട്, 4 ഈസി ടു മെയിൻറ്റെയിൻ സീക്രസി, 5 സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്ററുടെ പോരായ്മകൾ ഡിസഡ്വാൻറ്റേജ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. 1 ലിമിറ്റഡ്
capital. 2. Lack of continuity. 3. Limited managerial ability. 4. Unlimited liability. 5th one, unsound business decision. ഇങ്ങനെ 5 പോയിന്റുകൾ വീതം ഫീച്ചേഴ്സിനും അഡ്വാൻറ്റേജിനും ഡിസഡ്വാൻറ്റേജിനും ക്രമീകരിച്ച് ലളിതമാക്കിയിരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ഏതൊക്കെ സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നതെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നും ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഇറ്റ് റെഫേഴ്സ് ടു എ ബിസിനസ് which is owned by the member of joint Hindu family. ഇത് ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ മെമ്പേഴ്സ് നടത്തുന്ന ബിസിനസ്സാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. ഇതിൻ്റെ മറ്റൊരു പേര് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് വ്യവസ്ഥിതി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഡിവൈഡ് ചെയ്യപ്പെടാത്ത ഹിന്ദു ഫാമിലികൾ ഇത്തരം ബിസിനസ്സുകൾ മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ നടത്തി വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഫൗണ്ട് ഒളി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഏറ്റവും പരമ്പരാഗത രീതിയിലുള്ള പഴയ ബിസിനസ് രീതികളിൽ ഒന്നായിരുന്നു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. The basis of membership in the business is birth of a male member in a joint Hindu family and 3 successive generation can be members in the business. ഇതിലെ അംഗത്വം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലിയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം എന്ന് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. ഇത്തരം ബിസിനസ്സിലെ അംഗത്വത്തിന്റെ അടിസ്ഥാനം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുക എന്നത് മാത്രമാണ്. ഒരു കുടുംബത്തിലെ 3 തലമുറകൾക്ക് ഈ വ്യാപാരത്തിൽ അംഗത്വം ഉണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. Only male members are entitled to be a part of joint Hindu family business. Joint Hindu family businessലെ കുടുംബത്തിലെ പുരുഷ അംഗങ്ങൾ മാത്രമായിരുന്നു അംഗങ്ങളായിട്ട് പാർട്ട്നേഴ്സായിട്ട് എത്തുന്നത്. ഹു ആർ റെഫേർഡ് ടു കോ പാർട്ട്നേഴ്സ്. അങ്ങനെ പുരുഷ അംഗങ്ങളെ വിളിക്കുന്ന പേര് കോ പാർട്ട്നേഴ്സ് എന്നാണ്. The business is managed and controlled the eldest member of the family known as Karta. ബിസിനസ്സിനെ നിയന്ത്രിക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന കുടുംബത്തിലെ ഏറ്റവും ഉയർന്ന പ്രായം ചെന്ന അംഗത്തെ വിളിക്കുന്ന അംഗമാണ് കർത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബിസിനസിന്റെ മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ചെയ്യുന്ന എൽഡർ മെമ്പറെ വിളിക്കുന്നത് കർത്ത എന്നാണ്. ബിസിനസ്സിലെ മറ്റ് എല്ലാ പുരുഷ അംഗങ്ങളെയും വിളിക്കുന്നത് കോ പാർട്ട്നേഴ്സ് എന്നാണ്. സ്ത്രീകളായ വ്യക്തികൾ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അവർക്ക് ഇതിലെ മെമ്പർഷിപ്പ് ലഭിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അണ്ടർ ഹിന്ദു ലോ there are 2 സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്. ഇന്ത്യയിലെ പ്രധാനമായിട്ടും 2 ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ് ഉള്ളത്. ഹിന്ദു നിയമപ്രകാരം ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 1 ദയഭഗ, 2 മിതകാക്ഷര എന്നുള്ളതാണ്. 1 ദയഭഗ, 2 മിതകാക്ഷര. ഇങ്ങനെ 2 സിസ്റ്റങ്ങളാണ് ഇന്ത്യയിൽ നിലനിന്നത്. നമുക്ക് സിസ്റ്റത്തെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. 1 ദയഭഗ സിസ്റ്റം. This system prevails in West Bengal and allows both male and female members of the family to be co-partners. ദയഭഗ സിസ്റ്റം അനുസരിച്ച് ഇത് ബംഗാളിലായിരുന്നു നിലനിന്നിരുന്നത്. ഈ സിസ്റ്റം അനുസരിച്ച് കുടുംബത്തിൽ ജനിക്കുന്ന ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ജനിക്കുന്ന എല്ലാ പുരുഷ സ്ത്രീ മെമ്പേഴ്സും ഇതിലെ കോ പാർട്ട്നേഴ്സ് ആയിരുന്നു.
മിതകാക്ഷര സിസ്റ്റം. ദിസ് സിസ്റ്റം പ്രിവെയിൽസ് ഓൾ ഓവർ ഇന്ത്യ എക്സെപ്റ്റ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ ഒഴികെ ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശങ്ങളിലെയും ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് രൂപീകരിച്ചിരിക്കുന്നത് മിതകാക്ഷര സിസ്റ്റത്തിലൂടെയാണ്. ആൻഡ് അലൗസ് ഓൺലി ദ മെയിൽ മെമ്പേഴ്സ് ടു ബി കോ-പാർട്ട്നേഴ്സ് ഇൻ ദ ബിസിനസ്. ഈ ബിസിനസ്സിലെ പുരുഷ അംഗങ്ങൾ മാത്രമേ കോ-പാർട്ട്നേഴ്സായി എത്താറുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. The Hindu Succession Amendment Bill 2004 seeks to give women equal rights in inheritance of ancestral wealth. As per new bill, female will have equal rights along with the male in the family over the ancestral property. പരമ്പരാഗതമായി ലഭിക്കപ്പെട്ടിരിക്കുന്ന സ്വത്തിന് പുരുഷ അംഗങ്ങളെ പോലെ തന്നെ സ്ത്രീ അംഗങ്ങൾക്കും തുല്യ അവകാശമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഹിന്ദു സക്സഷൻ ബിൽ അമെൻമെന്റ് 2004 ഇന്ത്യയിൽ നിലവിൽ വന്നിരുന്നു. ഇതനുസരിച്ച് പുരുഷ അംഗങ്ങളെ പോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ജനിക്കുന്ന സ്ത്രീ അംഗങ്ങൾക്കും ഈ സ്വത്ത് വിവരങ്ങൾ അവകാശമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ. ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, മെമ്പർഷിപ്പ്. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദ ബർത്ത് ഓഫ് മെയിൽ ചൈൽഡ്. പുരുഷ കുട്ടികൾക്ക് മാത്രമേ, ആൺകുട്ടികൾക്ക് മാത്രമേ ബിസിനസ്സിലെ അംഗത്വമാകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. രണ്ട്, ഫോർമേഷൻ. ഓൾ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ ആർ ഗവേൺഡ് ബൈ ദ ഹിന്ദു സക്സഷൻ ആക്ട് 1956. 1956 ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിനെ നിയന്ത്രിക്കുന്നത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സും 1956 ഹിന്ദു സക്സഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നവയാണ്. മൂന്ന്, ലയബിലിറ്റി. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ ലയബിലിറ്റി കർത്തായിലും കോ-പാർട്ട്നേഴ്സിലുമാണ് ഉള്ളത്. കർത്തായുടെ ലയബിലിറ്റി അൺലിമിറ്റഡും കോ-പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡും ആയിരിക്കും എന്നുള്ള ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. അടുത്തതായിട്ട് കൺട്രോൾ, നിയന്ത്രണം. ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിലെ അതിന്റെ നിയന്ത്രണം, അതിന്റെ മാനേജ്മെന്റും ഒക്കെ കർത്ത എന്ന് പറയുന്ന കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ കയ്യിലായിരിക്കും. അദ്ദേഹമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മരണം മൂലം കുടുംബത്തിലെ മറ്റ് മുതിർന്നയാളായിരിക്കും ഈ പദവിയിലേക്ക് എത്തുന്നത്. നമ്പർ ഓഫ് മെമ്പേഴ്സ്. നോ റെസ്ട്രിക്ഷൻ ഓൺ ദി നമ്പർ ഓഫ് കോ-പാർട്ട്നേഴ്സ്. കോ-പാർട്ട്നേഴ്സിനായിട്ട് വരുന്ന ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിലെ അംഗങ്ങളായിട്ട് അംഗങ്ങളെയാണ് കോ-പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ കോ-പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നതിന് നോ റെസ്ട്രിക്ഷൻ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഒറ്റയൊരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് നടത്തുന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തി ആയിരിക്കണം എന്നത് മാത്രം. അത് ആൺകുട്ടിയാണെങ്കിൽ ബിസിനസ്സിൽ ഉറപ്പായും അദ്ദേഹം അംഗമായിരിക്കും. കണ്ടിന്യൂറ്റി. നോട്ട് അഫക്റ്റഡ് ബൈ ദ ഡെത്ത് ഓഫ് എ കോ-പാർട്ട്നേഴ്സ് ഓർ ഈവൻ ദ കർത്ത. കർത്തായുടെയോ മറ്റ് ആരെങ്കിലും കോ-പാർട്ട്നേഴ്സിന്റെയോ മരണം ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയില്ല, ബിസിനസിന്റെ തുടർച്ചയെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മൈനർ മെമ്പേഴ്സ്. മെമ്പർഷിപ്പ് ഓഫ് HUF ബിസിനസ് ഈസ് എഫക്റ്റഡ് ബൈ ദ ബർത്ത് ഓഫ് മെയിൽ ചൈൽഡ്. ആൺകുട്ടി ജനിക്കുമ്പോൾ ആൺകുട്ടി ബിസിനസ്സിലെ അംഗമായിട്ട് മാറ്റപ്പെടുകയാണ്.
അവർക്ക് നോ റെസ്ട്രിക്ഷൻ എന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. അടുത്തത് മെറിറ്റ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബെറ്റർ കൺട്രോൾ. The HU of business managed and controlled by കർത്ത. കർത്ത മാനേജ് ചെയ്യുന്നതിനാൽ ബിസിനസ് കൂടുതൽ ഏകാംഗ വ്യാപാര ബിസിനസിനെ പോലെ തന്നെ കൂടുതൽ എളുപ്പത്തിലും നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കണ്ടിന്യൂറ്റി ഓഫ് ബിസിനസ്. ബിസിനസിന്റെ കണ്ടിന്യൂറ്റി ഏതെങ്കിലും അംഗങ്ങളുടെയോ കർത്തായുടെയോ മരണം മൂലം നഷ്ടപ്പെടുന്നവയല്ല. കണ്ടിന്യൂറ്റി തടസ്സപ്പെടത്തില്ല, അടുത്ത ആള് ആ തൽസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഫാമിലി പ്രൈഡ്. എ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എൻജോയ്സ് ദ ബെനഫിറ്റ്സ് ഓഫ് ആൻസിസ്ട്രൽ ഗുഡ്വിൽ. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ ഉള്ളവര് അവയുടെ കുടുംബ സ്വത്തിന്റെ കുടുംബ ബിസിനസിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നവരാണ് എന്നുള്ളതാണ് കൂടുതൽ വലിയ പ്രത്യേകത. ഈസി ടു മെയിൻറ്റെയിൻ സീക്രസി. ബിസിനസിന്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമാണ് ബിസിനസ്സിലെ അംഗങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് ബിസിനസിന്റെ സീക്രസി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ ബിസിനസ് നിയന്ത്രിക്കുന്ന കർത്ത എന്ന് പറയുന്ന ആളുടെ ലയബിലിറ്റി മാത്രമേ ഉള്ളൂ അൺലിമിറ്റഡ്. ബാക്കി എല്ലാവരുടെയും ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. കോപാർട്ട്നേഴ്സിന്റെ എല്ലാം ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ദിസ് റെഡ്യൂസസ് ദ ഡിഗ്രി ഓഫ് റിസ്ക് ബോൺ ബൈ ദ കോപാർട്ട്നേഴ്സ്. ഇത് കോപാർട്ട്നേഴ്സിന്റെ റിസ്ക് കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു. അടുത്തതായിട്ട് ഈസി ടു ഫോം. ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് രൂപീകരിക്കുന്നതിന് അധിക നിയമ തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. നോ ലീഗൽ ഫോർമാലിറ്റീസ് ആർ റിക്വയർഡ് ടു സെറ്റ് അപ്പ് ദിസ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇത്തരം ബിസിനസ് ഓർഗനൈസേഷൻസ് തുടങ്ങുന്നതിന് നിയമ അനുമതി ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ വലിയ പ്രത്യേകത. അടുത്തതായിട്ട് ലിമിറ്റേഷൻസ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ പോരായ്മകൾ അഥവാ പരിമിതികൾ എന്തൊക്കെയാണ്? ലിമിറ്റഡ് റിസോഴ്സസ്. ക്യാപിറ്റൽസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി. പാരമ്പര്യ കുടുംബസ്വത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും എല്ലാ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സും മുന്നോട്ട് പോകുന്നത്. അത് ക്യാപിറ്റലിന്റെ അളവ് കൂട്ടുന്നതിന് സഹായിക്കുകയില്ല എന്നുള്ളതാണ്. കുറഞ്ഞ അളവിൽ മാത്രമേ ക്യാപിറ്റൽ ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പോരായ്മ. രണ്ടാമതായി അൺലിമിറ്റഡ് ലയബിലിറ്റി. ദ കർത്ത ഈസ് പേഴ്സണലി ലയബിൾ ഫോർ ഓൾ ബിസിനസ് ഓബ്ലിഗേഷൻസ്. ബിസിനസിന്റെ എല്ലാത്തരം ബാധ്യതകൾക്കും പൂർണ്ണമായും ബാധ്യത ഏറ്റെടുക്കേണ്ടത് കർത്ത എന്ന് പറയുന്ന വ്യക്തിയാണ്. ഡോമിനൻസ് ഓഫ് കർത്ത. ഓൾ ഡിസിഷൻ ലൈസ് വിത്ത് കർത്ത, സോ ഓൾ പ്ലാൻസ് ഇൻഡിപെൻഡന്റ്ലി വിതൗട്ട് ദ കൺസെന്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സമ്മതം കൂടാതെ ബിസിനസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് കർത്ത എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. അത് ബിസിനസിന്റെ പ്രവർത്തനങ്ങൾക്ക് കോട്ടം തട്ടുവാനും ചില സാഹചര്യങ്ങളിൽ അത് നേട്ടമായി പരിണമിക്കാനും സാധ്യതയുണ്ട്. ലിമിറ്റഡ് മാനേജറിയൽ സ്കിൽ. ദ മോസ്റ്റ് ഓഫ് ദി cases the karta may not be having the required managerial skill to manage the business. എല്ലാ സാഹചര്യങ്ങളിലും കർത്ത ഒരു ബിസിനസ് മൈൻഡ് ഉള്ള വ്യക്തിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനിയും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനാലിസിസ് നടത്തി പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. റൈറ്റ് ദ നെയിം ഓഫ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഫൗണ്ട് ഒളി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രം കാണപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. മാർച്ച് 2010 ചോദിച്ച ചോദ്യമാണ്. അടുത്തതായിട്ട് ദ ബിസിനസ് ഓപ്പറേഷൻസ് ഇൻ എ ജോയിന്റ് ഹിന്ദു ഫാമിലി
ബിസിനസ് ഈസ് കൺട്രോൾഡ് ബൈ കർത്ത. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിനെ കൺട്രോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി കർത്തയാണ്. മാർച്ച് 2017 ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, എ ലയബിലിറ്റി ഓഫ് കോ പാർട്ട്നേഴ്സ് ഈസ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ഈസ് ലിമിറ്റഡ്. ഹിന്ദു അൺഡിവൈഡഡ് HUFലെ കോ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്നത് ലിമിറ്റഡ് ആണ്. 2015 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ഇവയെല്ലാം 1 മാർക്കിന്റെ ചോദ്യങ്ങളായിരുന്നു. അടുത്തത് 4, ക്വിക്ക് ഡിസിഷൻ, പ്രോംപ്റ്റ് ആക്ഷൻ ആൻഡ് ബിസിനസ് സീക്രസി ആർ ദ മേജർ ഫീച്ചർ ഓഫ് ദീസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നെയിം ഇറ്റ്. മാർച്ച് 2015 ചോദ്യം, ഏറ്റവും ബിസിനസ് സീക്രസി കൂടുതലുള്ളത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുകയും ബിസിനസിന്റെ തീരുമാനങ്ങളും എല്ലാം ഒറ്റയ്ക്കും എടുക്കുന്നതിനാലും അവ രഹസ്യമായി സൂക്ഷിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് കൂടുതൽ രഹസ്യ സ്വഭാവമുള്ള ബിസിനസ് വേഗത്തിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത്, പെട്ടെന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുന്ന ബിസിനസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അടുത്ത, ദ ലയബിലിറ്റി ഓഫ് എ സോൾ ട്രേഡർ. ലയബിലിറ്റി ഓഫ് സോൾ ട്രേഡർ ഈസ് അൺലിമിറ്റഡ്. 2014 ചോദ്യമാണ്. അടുത്തത്, ദ ലയബിലിറ്റി ഓഫ് ഓൾ മെമ്പേഴ്സ് ഇൻ HUF ഈസ് ഡാഷ്. 2012 മാർച്ചിലെയാണ്. ലിമിറ്റഡ് ആയിരിക്കും. ഒരു HUFലെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്നത് ലിമിറ്റഡ് ആയിരിക്കും. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെമ്പർ ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഈസ് നോൺ ആസ്. 2012 കോ പാർട്ട്നേഴ്സ് എന്നറിയപ്പെടും. ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര് കോ പാർട്ട്നേഴ്സ്. 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. മിസ്റ്റർ സുഗന്ധി ഈസ് റണ്ണിങ് എ ഫാൻസി ഷോർ അറ്റ് കോവളം. സുഗന്ധി എന്ന് പറയുന്നവർ ഒരു ഫാൻസി ഷോർ കോവളത്ത് നടത്തുകയാണ്. വെൻ ഹർ ബിസിനസ് എക്സ്പാൻഡഡ്, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഷീ അപ്പോയിന്റഡ് 2 ലേഡീസ് ടു അസിസ്റ്റ് ഹർ ബിസിനസ് വിത്ത് എ മന്ത്ലി സാലറി ഓഫ് ₹3,000 ഈച്ച്. രണ്ടുപേർക്കും 3000 രൂപ സാലറിയിൽ തന്റെ സബോർഡിനേറ്റ്സ് ആയിട്ട് നിയമിക്കുവാനായിട്ട് തീരുമാനിച്ചു. വിച്ച് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഡസ് മിസ്റ്റർ സുഗന്ധി? സുഗന്ധിയുടെ സ്വന്തം പേരിലുള്ള ഏത് തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആണ്? സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ്. ഇതിന്റെ 2 പ്രത്യേകതകൾ എഴുതുക. മാർച്ച് 2011 ചോദ്യമായിരുന്നു. 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. സോൾ ട്രേഡിംഗ് കൺസേൺ ഓർ, അതിന്റെ ആൻസർ ഇത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. സുഗന്ധി എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ് ആയിരുന്നു. അതിലേക്ക് 2 തൊഴിലാളികളെ, സ്റ്റാഫിനെ നിയമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായി ഇതിന്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് ഓഫ് സോൾ. 2 പ്രത്യേകതകൾ എഴുതാനാണ് സൂചിപ്പിച്ചിരുന്നത്. ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ലയബിലിറ്റി, റിസ്ക് ബെയറിംഗ്, കൺട്രോൾ ആൻഡ് നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഇവയിൽ ഏതെങ്കിലും 2 എഴുതുക എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ മനോജ് ഈസ് റണ്ണിങ് എ ലേഡി സ്റ്റോർ. മാനേജർ ഒരു ലേഡി സ്റ്റോർ നടത്തുകയാണ്. ഹി ഹാസ് നോ ബിസിനസ് പാർട്ട്നേഴ്സ് ഇൻ ദ ഷോപ്പ്. അദ്ദേഹത്തിന് പാർട്ട്നേഴ്സ് ഒന്നുമില്ല. ഹി അപ്പോയിന്റഡ് 2 or more ലേഡീസ് ടു അസിസ്റ്റ് ഹിസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. സാലറി ഓഫ് ₹2,000 പെർ മന്ത്. 2 മാസം 2000 രൂപ വീതം സാലറി കൊടുത്തുകൊണ്ട് 2 സ്ത്രീകളെ തന്റെ ബിസിനസ്സിൽ അപ്പോയിന്റ് ചെയ്തു. വാട്ട് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ മിസ്റ്റർ മനോജ് ഉണ്ട്? മനോജിന്റെ പേരിലുള്ള ഏത് ബിസിനസ് ഓർഗനൈസേഷനാണ്? ഉത്തരം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ളതാണ്. അടുത്ത 2ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് എനി 4 അഡ്വാൻറ്റേജസ് ആൻഡ് 3 ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ഓർഗനൈസേഷൻ. 3 അഡ്വാൻറ്റേജും 4 അഡ്വാൻറ്റേജും 3 ഡിസഡ്വാൻറ്റേജും എടുത്തു പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. 3 മാച്ച് വിത്ത് റിവാർഡ് ആൻഡ് എഫർട്ട്. 5 ഈസി ടു മെയിൻറ്റെയിൻ സീക്രസി. 5 സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്സ്. അടുത്ത ഡിസഡ്വാൻറ്റേജസ്, ലിമിറ്റഡ് ക്യാപിറ്റൽ, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി, അൺസൗണ്ട് ബിസിനസ് ഡിസിഷൻസ്. അടുത്ത കിരൺ ഈസ് എ 10ാമത്തെ ക്വസ്റ്റ്യൻ, കിരൺ ഈസ് എ സോൾ പ്രൊപ്രൈറ്റർ. ഹി ലുക്ക് ആഫ്റ്റർ ദ varied function of the business. He plans to open a new branch. Hence, he is looking to convert his business into joint stock company from the better management. Explain the business remaining a sole proprietor. മാർച്ച് 2015 4 മാർക്കിന്. Benefits of business organization. Explain the benefits of sole proprietorship. 1 quick decision making, ease of formation and closure,
match with the reward and effort, easy to maintain secrecy, sense of accomplishment. ഇപ്പം നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ പോയിന്റും എക്സ്പ്ലനേഷനും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. മോഹൻ, ഹിസ് പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആർ ലിവിങ് ടുഗദർ. മോഹൻ്റെ വല്യച്ഛനും അച്ഛനും അമ്മയും, വല്യച്ഛനും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് താമസിക്കുകയാണ്. ദേ ഹാവ് ഫാമിലി, അവർക്കൊരു ഫാമിലി ബിസിനസ് ഉണ്ട്. ഏത് തരം ഐഡൻറ്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. റൈറ്റ് എനി ടു ഫീച്ചേഴ്സ്. 2015 സെയ്ക്ക് 4 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. ജോയിൻ ഇൻറ്റു ഫാമിലി ബിസിനസ് എന്നാണ് ഉത്തരം. അതിൻ്റെ പ്രത്യേകതകൾ 2 പറയുന്ന, ഒന്ന് മെമ്പർഷിപ്പ്, ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദ ബർത്ത് ഓഫ് മെയിൽ ചൈൽഡ്. പുരുഷ കുട്ടികളുടെ ബർത്ത് മാത്രമേ അതിനകത്ത് കൂടുതൽ മെമ്പർഷിപ്പിനായി ഉപയോഗിക്കുകയുള്ളൂ. 2, ഫോർമേഷൻ ഓഫ് ഓൾ ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ ആർ ഗവേൺഡ് ബൈ ദ ഹിന്ദു സക്സഷൻ ആക്ട് 1955. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തരം ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്സിനെയും നിയന്ത്രിക്കുന്ന ഹിന്ദു സക്സഷൻ ആക്ട് 1956 പ്രകാരമാണ്. അടുത്ത ലയബിലിറ്റി. ലയബിലിറ്റി ഓഫ് കർത്ത ഈസ് അൺലിമിറ്റഡ്, whereas the liability of co-passenger is limited. കർത്തായുടെ ലയബിലിറ്റി അൺലിമിറ്റഡും കോ-പാസനേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡുമാണ് എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. നമ്മുടെ ഇന്നത്തെ ഈ ബിസിനസ് സ്റ്റഡീസിൻ്റെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഈ ഭാഗം പഠിക്കുക. വളരെ ലളിതമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സൗകര്യാർത്ഥം പഠിക്കുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കുക. കൂടുതൽ കുട്ടികളിലേക്ക് ഇതെത്തിക്കുക. എല്ലാവർക്കും വന്നിട്ട് മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.